ശ്രുതി മേനോനാണെങ്കിൽ പേരുകേട്ട മോഡലാണ്. അവർ വെറും ഓർണമെൻറ്റ്സ് മാത്രം ധരിച്ച് പല ഫോട്ടോഷൂട്ടും വസ്ത്രം ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ വേറൊരു എല്ലാവരും ഈ പറഞ്ഞ പോലെ കാന്താര ഇറങ്ങിയതിന് ശേഷം ഇപ്പം മലയാളത്തിൻ്റെ അതിന് ശേഷം ഒരു 10 പടമെങ്കിലും തെയ്യവും തെറയും ബേസിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതൊരു ബോറിംഗ് ആയിട്ട് തോന്നും. കണ്ടിരുന്നാൽ ഉറങ്ങിപ്പോ അത്രയാണ്. ഈ ബാക്കി പറയും സത്യമായിട്ട് പറയണ കൊള്ളൂല. കുഴപ്പമില്ല നല്ല കൊള്ളൂല. അവരുടെ കഥയൊന്നും അത്ര പോരാ. കണ്ടിരുന്നാൽ ഉറങ്ങിപ്പോ അത്രയാണ്. ഈ ബാക്കി പറയും മേക്കിംഗ് കുഴപ്പമില്ല. നമ്മൾ കാണുമ്പോൾ തോന്നും ഇനി ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് സിനിമ കണ്ട് സ്റ്റോറി എൻഡ് ആയതുള്ള കാണിക്കും. ഒരു എൻഡില്ലാത്ത സിനിമ. കണ്ടിരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടിരിക്കാനുള്ളതുണ്ടോ? ഇല്ല, കണ്ടിരിക്കാനുള്ളതില്ല. സാധാ കണ്ടിരിക്കാൻ പോലും കൊള്ളൂല. അത്രേ ഉള്ളൂ. ഒരു ആവറേജ് ബിലോ ആവറേജ് എന്നാണെങ്കിൽ പറയാം. കണ്ടിരിക്കാൻ വെറുതെ സമയം പോകും. അത്രേ ഉള്ളൂ. ഇല്ല എടുത്ത് പറയാനായിട്ട് ഇല്ല. പ്രായം പോലും കൊള്ളൂല. ഇല്ല സത്യമായിട്ട് പറയണ കൊള്ളൂല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. സൗണ്ട് ഡിസൈൻ റസിൽ ബുക്കുട്ടിയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. ഒരു ഹൊറർ ത്രില്ലറിന് യോജിച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ കേട്ടിങ്ങോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് വളരെ ഹിറ്റായി. അതിനിടയ്ക്ക് യൂട്യൂബിനകത്ത് വളരെ ഹിറ്റായി. വളരെ നല്ലൊരു നാടൻ പാട്ടാണ്. അത് കൊള്ളാം. പിന്നെ ആക്ടേഴ്സ് കിഷോറായാലും ശ്രുതി മേനോനായാലും മെറിനായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോരായ്മയെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ പാരാനോർമൽ ആക്ടിവിറ്റി സിനിമകളിലൊക്കെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഒത്തുള്ള രംഗങ്ങളും കൂടെ കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ഭയപ്പാടുണ്ടാവുള്ളൂ. ഇത് ഒരു തരുമ്പ് പോലും നമുക്ക് ഭയം ഉണ്ടാകില്ല. അവർ ഹൊറർ ത്രില്ലറാണെന്ന് പറയുമെങ്കിൽ ആ ഹൊറർ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ലാതെ ആക്ടേഴ്സ് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ക്യാമറ പ്രത്യേകിച്ച് പറയാൻ പറ്റും. കാരണം വേറൊരു ഇടയ്ക്ക് നമ്മളെ ഫൂട്ടേജ് സിനിമ വന്നില്ലേ, അത് വേറൊരു ക്യാമറയുടെ ഒരു പരീക്ഷണമായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും. ഈ സിനിമയിലും അത് തന്നെയാണ്. ശ്രുതി മേനോനാണെങ്കിൽ പേരുകേട്ട മോഡലാണ്. അവർ വെറും ഓർണമെൻറ്റ്സ് മാത്രം ധരിച്ച് പല ഫോട്ടോഷൂട്ടും വസ്ത്രം ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ വേറൊരു വസ്ത്രം പോലും ധരിക്കാതെ ഓർണമെൻറ്റ്സ് മാത്രം ധരിച്ചുകൊണ്ട് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് ബോൾഡ് സീൻ അഭിനയിക്കുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ശ്രുതിയും വേറൊരു നടിയും രണ്ടുപേരും അവരുടെ ടോപ്പ് ഇങ്ങനെ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടായി ആ ഒരു A സർട്ടിഫിക്കറ്റ് എന്തോ സിനിമയ്ക്ക് കൊടുത്തത്. ഒരു പക്ഷേ ആ രംഗങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം. അല്ലാതെ വേറെ നല്ലൊരു അഭിനേത്രിയാണ്. കിസ്മത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് അഭിനയിച്ച് നമ്മളെ ഞെട്ടിച്ച നടിയാണ് ശ്രുതി. തെയ്യം പോർഷമൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ കാന്താര ഇറങ്ങിയതിന് ശേഷം ഇപ്പം മലയാളത്തിൻ്റെ അതിന് ശേഷം ഒരു 10 പടമെങ്കിലും തെയ്യവും തെറയും ബേസിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതൊരു ബോറിംഗ് ആയിട്ട് തോന്നും. കണ്ടിരിക്കാം എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം.